ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ചൈനയുടെ കടുത്ത പ്രകോപനം. സൈനികരുടെ പെട്രോളിംഗ് തടഞ്ഞതിന് പിന്നാലെ ഭാരതത്തിന്റെ മാസ്റ്റർ സ്ട്രോക്ക്. പറഞ്ഞു വരുന്നത് അരുണാചൽ പ്രദേശിന്റെ മഞ്ഞുമൂടിയ മലനിരകളിൽ തണുത്തുറഞ്ഞ കാറ്റും കനത്ത മൗനവും മാത്രം കൂട്ടുള്ള ആ അതിർത്തി രേഖയിൽ വീണ്ടും ഒരു വലിയ അശാന്തിയുടെ പുക ഉയരുകയാണ്. ഒരു വശത്ത് മാതൃഭൂമിയെ സ്വന്തം ജീവനേക്കാൾ പ്രണയിച്ച് -ഡിഗ്രി തണുപ്പിലും ചോര തിളപ്പിച്ച് അതിർത്തി കാക്കുന്ന ഭാരതത്തിന്റെ വീര ജവാന്മാർ, മറുവശത്ത് ചതിയുടെയും അധിനിവേശത്തിന്റെയും കണ്ണുകളുമായി പതിയിരുന്ന് കാത്തിരിക്കുന്ന ചൈനീസ് പട്ടാളം. അതെ, വടക്ക് കിഴക്കൻ അതിർത്തികളിൽ വീണ്ടും ഒരു വമ്പൻ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ചൈനയുടെ കടുത്ത തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശത്രു രാജ്യങ്ങൾ പോലും ഞെട്ടി നിൽക്കുന്ന തരത്തിൽ അതിർത്തിയിൽ കാര്യങ്ങൾ മാറുമെന്ന ഭയമാണ് പലരും പങ്കുവെക്കുന്നത്. പക്ഷേ ഈ പ്രചരണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? ഇത് വെറുമൊരു പെട്രോളിംഗ് തടസ്സപ്പെടുത്തലാണോ, അതോ നമ്മുടെ രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കാൻ ചൈന കരുതി കൂട്ടിയൊരുക്കിയ തന്ത്രപരമായ ചതിക്കുഴിയാണോ? ചൈനയുടെ കള്ളക്കളിക്ക് മറുപടിയായി അതിർത്തിയിൽ ഭാരതം പ്രയോഗിച്ച ആ ബ്രഹ്മാസ്ത്രം അത് എന്താണ് എന്നറിയണ്ടേ? അതറിയണമെങ്കിൽ രാജ്യസ്നേഹമുള്ള ഏതൊരു ഭാരതീയനെയും ചിന്തിപ്പിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. കാര്യങ്ങളുടെ ഗൗരവം നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതിലൊന്നാമത്തേത്, ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻസിരി ജില്ലയിലുള്ള ടാക്സിംഗ് മേഖലയിൽ പ്രകോപനപരമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അഥവാ LACക്ക് സമീപം ഇന്ത്യൻ സൈനികർ പതിവായി പെട്രോളിംഗ് നടത്താറുള്ള തന്ത്രപ്രധാന പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ചൈനീസ് പട തടഞ്ഞു എന്ന വിവരങ്ങളാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ തലമുറകളായി ആടുകളെ മേയ്ക്കാനും വിറക് ശേഖരിക്കാനും അതിർത്തി ഗ്രാമങ്ങളിലുള്ളവർ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ ചൈനീസ് സൈനികർ അനുവദിക്കുന്നില്ല എന്ന് പ്രാദേശിക കൂട്ടായ്മകളും ഉദ്ധരിച്ചുകൊണ്ട് അവർ ആരോപിക്കുന്നു. എന്നാൽ ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഭാരതത്തിന്റെ മണ്ണ് ചൈന കയ്യേറിയെന്ന രീതിയിൽ ചില കേന്ദ്രങ്ങൾ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് രാജ്യത്തിന്റെ ആത്മവീര്യം തകർക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന് നാണക്കേടുണ്ടാക്കാനും കഠിനമായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് നാം യാഥാർത്ഥ്യം അറിയേണ്ടത്. ഈ വിഷയത്തിൽ ഇതുവരെയും ഇന്ത്യൻ സേന ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. അതേസമയം തന്നെ അതിർത്തിയിൽ നേരിട്ട് മുട്ടാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ ചൈന ഇപ്പോൾ മറ്റൊരു തരംതാണ നാടകം കൂടി കളിക്കുന്നുണ്ട്. അതാണ് അരുണാചലിലെ പ്രദേശങ്ങളുടെ പേരുമാറ്റൽ. അരുണാചൽ പ്രദേശിലെ മേഖലകളിലെ സാഗ്നാൻ എന്ന് വിളിച്ച് ഭൂപടത്തിൽ സ്വന്തം പേരുകൾ നൽകി ആധിപത്യം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിച്ചത്. എന്നാൽ അവിടെയും ചൈനയ്ക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. അങ്ങനെ പറഞ്ഞ പോരാ, അരുണാചൽ പ്രദേശിലെ മേഖലകളെ സാഗ്നാൻ എന്ന് വിളിച്ച് പേരുകൾ മാറ്റി തങ്ങളുടേതാക്കാൻ ശ്രമിച്ച ചൈനയ്ക്ക് ഭാരതം നൽകിയത് അപ്രതീക്ഷിത പ്രഹരമാണ് എന്ന് തന്നെ പറയണം. കാരണം പിന്നീട് സംഭവിച്ചത് അതുതന്നെയാണ്. ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം അരുണാചലിലെ ചുരങ്ങളും തടാകങ്ങളും അടക്കം 27 തന്ത്രപ്രധാന സ്ഥലങ്ങൾക്ക് ഇന്ത്യയുടെ സ്റ്റാൻഡർഡൈസ്ഡ് പേരുകൾ ഔദ്യോഗികമായി നൽകി രാജ്യാന്തര തലത്തിൽ തന്നെ മാപ്പ് പുറത്തുവിട്ടു. ഇന്ത്യയുടെ ഈ നീക്കം കണ്ട് നിലവിളിച്ച ചൈന ഇത് അനധികൃതവും അസാധുവുമാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയെങ്കിലും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിലൂടെ ഭാരതം ചൈനയുടെ മുഖത്തടിച്ച് മറുപടി നൽകി. അരുണാചൽ പ്രദേശ് എന്നും ഭാരതത്തിന്റെ അവിഭാജ്യവും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഭാഗമാണ്. ചൈന എത്ര കുറച്ചാലും എത്ര അവകാശവാദം ഉന്നയിച്ചാലും ആ യാഥാർത്ഥ്യം മാറ്റാൻ ആർക്കും കഴിയില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ കർശന മുന്നറിയിപ്പ്. ഇതിലൂടെ ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും ചൈനയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ലെന്നും അതിർത്തിയിൽ തൽസ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്ന ഏത് നിഴൽ നീക്കത്തെയും ഇന്ത്യൻ സേന ശക്തമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും സൈനിക നേതൃത്വവും കേന്ദ്ര ഭരണകൂടവും ആവർത്തിച്ചു വ്യക്തമാക്കി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളുടെ യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത് 1913-14 കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും തമ്മിൽ ഒപ്പുവെച്ച സിംല കരാറിലൂടെ വരച്ച മക്മോഹൻ രേഖയാണ് ഇന്ത്യ തങ്ങളുടെ അതിർത്തിയായി കണക്കാക്കുന്നത്. എന്നാൽ അന്ന്
സ്വതന്ത്ര രാജ്യമായിരുന്ന ടിബറ്റ് ഒപ്പുവെച്ച ഈ കരാറിനെ പിന്നീട് അധികാരത്തിൽ വന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് 1950കളിൽ ചൈന ടിബറ്റ് പൂർണ്ണമായി കീഴടക്കുകയും അതിനുശേഷമുള്ള വർഷങ്ങളിൽ ലഡാക്കിലെ അക്സായി ചിൻ പ്രദേശങ്ങളിലൂടെ ഇന്ത്യ അറിയാതെ തന്ത്രപ്രധാനമായ റോഡ് പണിയുകയും ചെയ്തതോടെ തർക്കം രൂക്ഷമാവുകയായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അന്ന് ഹിന്ദി ചീനി ബായ് ബായ് എന്ന് സഹോദര ബന്ധത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് നമ്മളെ വിശ്വസിപ്പിച്ച് മറുപുറത്ത് അക്സായി ചിന്നിൽ ചതിയുടെ റോഡ് പണിത ചരിത്രമാണ് ചൈനയുടേത്. ആ കപട സൗഹൃദത്തിന്റെ പര്യവസാനമായിരുന്നു 1962 ആക്രമണം. അതെ, അന്ന് 1962 ചൈന ഇന്ത്യയെ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും അക്സായി ചീൻ പ്രദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൃത്യമായി അടയാളപ്പെടുത്താത്ത ഒരു LAC നിലവിൽ വരികയും അരുണാചൽ പ്രദേശിന് മേലുള്ള വ്യാജ അവകാശവാദങ്ങളും തർക്ക പ്രദേശങ്ങളിലെ കടന്നുകയറ്റങ്ങളും വഴി ചൈന ഈ അതിർത്തി പ്രശ്നം ഇന്നും പുകഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് അതിർത്തിയിലെ ആ പഴയ ചിത്രം പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഭാരതം നടപ്പിലാക്കിയ മാസ്റ്റർ സ്ട്രോക്ക് നയങ്ങളാണ് ചൈനയെ ഇന്ന് ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാതെ ഈ സ്റ്റോറി അവസാനിപ്പിക്കാൻ കഴിയില്ല. അതാണ് അതിർത്തിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ചൈന പയറ്റുന്ന ആ പ്രധാന തന്ത്രമായ സിയാഓകാങ് ഗ്രാമങ്ങൾ. LACയോട് ചേർന്ന് 100 കണക്കിന് വെൽ ഡെവലപ്ഡ് മോഡൽ ഗ്രാമങ്ങളാണ് ചൈന നിർമ്മിച്ചുയർത്തിയത്. ആധുനിക വീടുകളും സോളാർ പാനലുകളും ആശയവിനിമയ ടവറുകളും ഹൈവേ റോഡുകളുമുള്ള സൗകര്യങ്ങളോട് കൂടിയ സാധാരണക്കാരെ ഇവിടെ താമസിപ്പിക്കുകയാണ്. എന്നാൽ ഇവർ വെറും സാധാരണ ഗ്രാമീണരാണോ? അല്ല. ചൈനീസ് പട്ടാളത്തിന് വിവരങ്ങൾ നൽകുന്ന കണ്ണുകളും യുദ്ധമുണ്ടായാൽ നിമിഷ നേരം കൊണ്ട് മിലിറ്ററി താവളങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഫോർവേഡ് പോസ്റ്റുകളുമാണ് ഈ ഗ്രാമങ്ങൾ. ഈ ഗ്രാമങ്ങളെ മുൻനിർത്തിയാണ് ഇന്ത്യ പെട്രോളിംഗ് നടത്തുന്ന തർക്ക മേഖലകളിലേക്ക് ചൈനീസ് പട കടന്നു കയറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ചൈനയുടെ ഈ നീക്കത്തിന് മറുപടിയായി ഭാരതം പ്രയോഗിച്ച മാസ്റ്റർ സ്ട്രോക്ക് ആണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. മുൻപ് അതിർത്തിയിൽ ഗ്രാമങ്ങളിൽ ജോലിയില്ലാതെയും വികസനമില്ലാതെയും ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറി ഗ്രാമങ്ങൾ വിജനമായിരുന്നു. അവിടെയാണ് കേന്ദ്ര സർക്കാർ ആയിരക്കണക്കിന് കോടി രൂപ അനുവദിച്ച് അതിർത്തിയിലെ അവസാന ഗ്രാമങ്ങളെ ഭാരതത്തിന്റെ ആദ്യ ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. അരുണാചൽ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് അതിർത്തികളിലെ 100 കണക്കിന് ഗ്രാമങ്ങളിലേക്ക് ഓൾ വെതർ റോഡുകൾ, 4G കണക്ടിവിറ്റി, തടസ്സമില്ലാത്ത വൈദ്യുതി, കുടിവെള്ളം എന്നിവ ഭാരതം എത്തിച്ചു. കൂടാതെ ഹോം സ്റ്റേകൾ, ടൂറിസം, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എന്നിവ നൽകി ഗ്രാമീണരെ അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തി. കാരണം നമ്മുടെ അതിർത്തി ഗ്രാമീണരാണ് അതിർത്തിയിലെ ആദ്യത്തെ കാവലാളുകൾ. അതിർത്തി ഗ്രാമങ്ങൾ സജീവമായി നിൽക്കുമ്പോൾ അവിടെ ചൈനയ്ക്ക് അനായാസം അധിനിവേശം നടത്താൻ കഴിയില്ല. ഇതിനോടൊപ്പം തന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ അതിവേഗമുയർന്ന വമ്പൻ റോഡ് ശൃംഖലകൾ, സെല തുരങ്കം പോലെയുള്ള എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ, സ്ട്രാറ്റജിക് പാലങ്ങൾ, ഒപ്പം 24 മണിക്കൂറും വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ആധുനിക പ്രതിരോധ ആയുധങ്ങൾ, ഇവ വഴി ചൈനീസ് സേനയുടെ ഏത് നീക്കവും തത്സമയം നിരീക്ഷിക്കാനും നിമിഷ നേരം കൊണ്ട് തടയാനും ഭാരതത്തിന് ഇന്ന് വളരെ അനായാസം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി പഴയതുപോലെ അനായാസം ഭാരതത്തിന്റെ മണ്ണിലേക്ക് അധിനിവേശം നടത്താൻ കഴിയില്ലെന്നും ഭാരതത്തിന്റെ ഇന്നത്തെ പ്രതിരോധ കോട്ട തകർക്കാനാവാത്ത വിധം ശക്തമാണെന്നും ബോധ്യപ്പെട്ടതോടെയാണ് ചൈനീസ് പട ഇത്തരം ചെറിയ പെട്രോളിംഗ് തടസ്സങ്ങളിലൂടെയും പേരുമാറ്റ നാടകങ്ങളിലൂടെയും തരംതാണ രീതിയിലുള്ള നിഴൽ യുദ്ധം പയറ്റുന്നത് എന്ന് വേണം കരുതാൻ. അതിർത്തിയിൽ നമ്മുടെ ധീര ജവാന്മാർ ജീവൻ തൃണവൽക്കരിച്ച് അതീവ ജാഗ്രതയോടെ കാവൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം: വ്യാജ പ്രചരണങ്ങളിൽ വീണ് അടിസ്ഥാനമില്ലാത്ത ഭീതി പരത്താതെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളിലും ഭരണ നേതൃത്വത്തിലും ആത്മവിശ്വാസത്തോടെ ഉറച്ചു വിശ്വസിക്കുക. ഭാരതത്തിന്റെ 1 ഇഞ്ച് മണ്ണ് പോലും ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ മാതൃഭൂമിയെ നെഞ്ചിലേറ്റുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്കൊപ്പം ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ ആർജവത്തോടെ മുന്നോട്ട് കുതിക്കുകയാണ്. അരുണാചലിലെ 27 പ്രദേശങ്ങൾക്ക് സ്വന്തം പേര് നൽകി ചൈനയ്ക്ക് ഭാരതം നൽകിയ ഈ കൃത്യമായ മറുപടിയെക്കുറിച്ചും ചൈനയുടെ തന്ത്രങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.